കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ നിന്നും പുക ഉയർന്നതിന് പിന്നാലെ 4 മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയതിൽ വിശദീകരണവുമായി കോളേജ് അധികൃതർ. പുക ഉയർന്ന സംഭവവും മരണങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ വ്യക്തമാക്കി. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് പുക ഉയർന്നതും ഇത് ശ്വസിച്ചതുമാണ് മരണകാരണമെന്ന ആരോപണങ്ങൾ ആശുപത്രി അധികൃതർ പാടെ നിഷേധിച്ചു. 5 മരണങ്ങളും വ്യത്യസ്ത കാരണങ്ങളാൽ സംഭവിച്ചതാണ്. പുക ശ്വസിച്ചതിന്റെ ഫലമായി ആരും തന്നെ മരിച്ചിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി വാസ്തവ വിരുദ്ധമായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത്. 5 രോഗികളുടെ മരണമാണ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത്. ഇതിൽ ഒരാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ശേഷം ആശുപത്രിയിൽ എത്തിച്ചതാണ്. രണ്ടാമത്തെ മരണം വിഷം കഴിച്ചതിനെ തുടർന്ന് ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടേതാണ്. യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്നു. 2 തവണ ഹൃദയാഘാതമുണ്ടായി. പുക പടർന്നതിനെ തുടർന്ന് യുവതിയെ ആംബുലൻസിൽ സമീപ ബ്ലോക്കിലെ മെഡിക്കൽ ICUവിലേക്ക് മാറ്റി. എന്നാൽ പിന്നീട് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 3ാമത്തെ രോഗി വായിൽ അർബുദം ബാധിച്ചയാളായിരുന്നു. രോഗം മൂർച്ഛിച്ച അവസ്ഥയിലെത്തിയ ഇയാൾ പിന്നീട് മരിച്ചു. 4ാമത്തെ രോഗിയുടെ കരളും വൃക്കയും തകരാറിലായിരുന്നു. ഗുരുതരാവസ്ഥയിലെത്തിയ ഇദ്ദേഹത്തിന്റെ മരണം പ്രതീക്ഷിച്ചതായിരുന്നുവെന്നും സൂപ്രണ്ട് പറഞ്ഞു. 5ാമത്തെ രോഗി ന്യൂമോണിയയും രക്തത്തിലെ കൗണ്ട് കുറഞ്ഞ നിലയിലുമായിരുന്നു. ഈ രോഗിയുടെ മരണം രാത്രി 7:40 സ്ഥിരീകരിച്ചതായും മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുക ശ്വസിച്ച് 4 പേർ മരിച്ചെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വലിയ രീതിയിൽ പ്രചരണം നടന്നതിനെ തുടർന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ ഈ വിശദീകരണം. വസ്തുതകൾ മറച്ചുവെച്ച് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും മെഡിക്കൽ സൂപ്രണ്ട് അഭ്യർത്ഥിച്ചു. ഷോർട്ട് സർക്യൂട്ട് കാരണം പുക ഉയർന്നതിനെ തുടർന്ന് കാഷ്വാലിറ്റി വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന രോഗികളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റേണ്ടി വന്നു. ഈ സമയത്ത് തന്നെയാണ് മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയത്. അപകട വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ടി സിദ്ദീഖ് MLA ആണ് മരണം സംബന്ധിച്ച ആരോപണങ്ങൾ ആദ്യം മാധ്യമങ്ങൾക്ക് മുൻപിൽ പങ്കുവച്ചത്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതിനിടെ ഒരു രോഗി മരിച്ചെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. അതേസമയം ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ ബ്ലോക്കിൽ UPS റൂമിൽ പുക പടർന്ന സംഭവത്തെ തുടർന്ന് എമർജൻസി വിഭാഗത്തിലെ മുഴുവൻ രോഗികളെയും അടിയന്തരമായി ചികിത്സയ്ക്കായി സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മുകൾ നിലയിലുണ്ടായിരുന്ന രോഗികളെയും കെട്ടിടത്തിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നു. കെട്ടിടത്തിൽ ആരും ഇല്ല എന്ന് പരിശോധിച്ച് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. രാത്രി എമർജൻസി സേവനം ആവശ്യമായ രോഗികൾക്ക് ബീച്ച് ഹോസ്പിറ്റലിൽ സൗകര്യമൊരുക്കി. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സേവനവും ബീച്ച് ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ ഉറപ്പാക്കി. UPS റൂമിൽ നിന്ന് പുക പടർന്നുണ്ടായ സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ സാങ്കേതിക അന്വേഷണം നടത്തും. സംഭവത്തെക്കുറിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ഫയർഫോഴ്സ് DGP മനോജ് എബ്രഹാം അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ സെന്തിൽ കുമാറുമായും സംഭവം നടന്നയുടനെയും പിന്നീടും ആശയവിനിമയം നടത്തിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.